ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-8 തിരുവെടുത്തുകളാ. മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്ക, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്ക, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. ഉപദേശിക്കുകയും പറഞ്ഞു തരികയും വിവരിക്കുകയും ചെയ്യുന്ന പ്രത്യേകമായ ചില കാര്യമാണ് ഈ പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. സത്യവേദ പുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ്. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അതില് ഇയ്യോബിന്റെ പുസ്തകം വളരെ പഴയ ഒരു പുസ്തകമാണ്. എന്നാൽ ഇത് ഓർഡറിൽ വന്നപ്പോൾ സങ്കീർത്തനത്തിന്റെ പുറകിലാണ് ഈ പുസ്തകം കൊടുത്തിരിക്കുന്നത്, ഓർഡറിൽ വന്നപ്പോൾ. എന്നാൽ ഈ പുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ പുത്രന്മാരിൽ ഇസഖാറിന്റെ പുത്രനിൽപ്പെട്ട ആളാണ് ഇയ്യോബ് എന്നാണ് വേദപണ്ഡിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്. അറിവുള്ള വാക്യമാ എങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-2 തിരുവെഴുത്തുകൾ ഒന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കും. ദൈവത്തിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ 12 പിള്ളേരിൽ ഇസഖാറിന്റെ പുത്രനാണ് ഇയ്യോബ് എന്നാണ് വേദപണ്ഡിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്. വായിച്ചു 7:1 മുതൽ. ഇസഖാറിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ് എന്ന് പറഞ്ഞാൽ ഇയ്യോബ് എന്നാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ ജോബ് എന്നാ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു. മൊബൈലില്ല. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കും. അവിടെ യോബ് എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യോബ്, യാശൂബ്, ഇയ്യോബ് ഇതെല്ലാം ഒരാൾ തന്നെ. ഉദാഹരണമായിട്ട് യാക്കോബ്, ഇസ്രായേല്, യെശൂരൂൻ എല്ലാം ഒരാളാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഒരു കാര്യം കൂടപ്പെട്ടവരോട് പറയട്ടെ, ഈ പുസ്തകം വളരെ ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഭാഗ്യമുള്ളവരാ. സ്തോത്രം. വായിക്കുന്നവനും സ്തോത്രം. വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും ഇത് പ്രമാണിക്കുന്നവരും എല്ലാം ഭാഗ്യവാന്മാരാണ്. ഈ പുസ്തകം ദൈവത്തിൻ്റെ തിരുവചനമാണ്. എല്ലാ തിരുവെടുത്തും ദൈവശ്വാസീയമാണ്. ഇത് അനുസരിച്ചാൽ, ആചരിച്ചാൽ, അംഗീകരിച്ചാൽ, ഇത് ഏറ്റെടുത്താൽ അത് വളരെ അനുഗ്രഹമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഈ പുസ്തകങ്ങളുടെ പഴക്കം നോക്കിയാൽ ഉൽപ്പത്തി കഴിഞ്ഞ ഉടനെ കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. പിന്നെ എല്ലാത്തിനും ഒരു ക്രമമുള്ളത് കൊണ്ടാണ് ഇത് സങ്കീർത്തനത്തിൻ്റെ പുറകിൽ കൊണ്ട് ഈ പുസ്തകം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ യോഗങ്ങൾക്കും അങ്ങനെ ചില ക്രമീകരണങ്ങളുണ്ട്.
പഴക്കം നോക്കിയാൽ ഉൽപ്പത്തി കഴിഞ്ഞ് ഇയ്യോബിൻ്റെ പുസ്തകം കൊടുക്കണം. പിന്നെ എല്ലാത്തിനും ഒരു ഓർഡറുണ്ട്. അതുകൊണ്ടാണ് ഇത്. ചില യോഗമൊക്കെ പ്രാർത്ഥിച്ച് നിർത്താൻ പറയും, സെൻട്രൽ പാസ് നിർത്തും. പ്രാർത്ഥനയും സുഖമല്ല, കേൾക്കാനും ഒരു ആത്മനിറവില്ല. പിന്നെ ഇത് മെനക്കേടായതുകൊണ്ടാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. അതിലും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. കൊടുത്തില്ലെങ്കിൽ ഇത് പിന്നെ മെനക്കേടാക്കും. എല്ലാവരുടെയും കാര്യമല്ല. ചില സഭകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്തോത്രം, ഒടുവിൽ പ്രാർത്ഥിച്ച് ഇന്നയാൾ നിർത്തും. കൊടുത്തില്ലേ മെനക്കേടാ. പക്ഷേ പുള്ളിയേക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഉണ്ട്. ഇല്ലേ പ്രശ്നമാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ പഴക്കം നോക്കിയാൽ കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണ് ഉൽപ്പത്തി കഴിഞ്ഞ്. എന്നാൽ ഇത് സങ്കീർത്തനത്തിൻ്റെ പുറകെ കൊണ്ട് ഈ പുസ്തകം കൊടുത്തു. ചിലർ അഭിപ്രായപ്പെടുന്നത് ഈ ഇയ്യോബിൻ്റെ പുസ്തകം ഏതാണ്ട് മോശ തന്നെ എഴുതിയതെന്ന ചിലരുടെ വാദം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിൻ്റെ പുസ്തകത്തിന്. ഇവിടെ വായിക്കുമ്പോൾ ഇയ്യോബിനെ പറ്റി പഠിക്കുമ്പോൾ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നെന്ന 1-ാം വാക്യം 1:1. ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ളൊരു പുരുഷൻ ഉണ്ടായിരുന്നു. കെട്ടുകഥയും അമ്മമ്മക്കഥയും ഉമ്മാക്കിക്കഥയും കിഴവക്കഥയല്ല, ഉള്ള കാര്യമാണ്. ഞാൻ ആ കൃത്യസ്ഥലത്ത് പോയിട്ടില്ലെങ്കിൽ ആ രാജ്യത്ത് പോയിട്ടുണ്ട്. എന്നാൽ കൃത്യസ്ഥലത്ത് പോയവർ പറഞ്ഞ സലാല, മസ്കറ്റിൽ, അവിടെ ഇയ്യോബ് ജനിച്ച സ്ഥലവും ഇയ്യോബ് മരിച്ച അടക്കിയ കല്ലറയൊക്കെ നിങ്ങളാരെങ്കിലും പോയി കണ്ടോ? ഞാനും പോയില്ല. ആട്ടെ, ദൈവം നിങ്ങളെ വിടട്ടെ. അപ്പോൾ അങ്ങനെ ശിംശോൻ പാസ്റ്റർ പോയി കണ്ടോ? ഇല്ല, ഞാനും പോയില്ല. ഇവിടേക്കുന്ന ആരെങ്കിലും പോയിട്ടുണ്ടോ? അത് നന്നായി. അപ്പം എന്തായാലും ചരിത്രം പഠിക്കുന്നവർക്കും അത് കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാകും ആ മനുഷ്യൻ ജീവിച്ചിരുന്നയാളാണ്. അങ്ങനെ ആ പുസ്തകത്തിലും അങ്ങനെ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്ന. ഒന്നുകൂടെ വായിച്ചോ. ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഉള്ള കാര്യമാണ്. ഇതിനകത്തെ കാര്യമല്ല, ഉള്ള കാര്യമാണ്. അല്ലാതെ പണ്ട് 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 ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, നിർമ്മിത കഥയല്ല. അപ്പൂപ്പനും അമ്മയും കൂടി ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. അങ്ങനത്തെ കഥയൊന്നുമല്ല ഇത്. ഉമ്മാക്കി കഥയല്ല. അപ്പൊ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. ഇനി അവന്റെ ക്വാളിറ്റിയാണ് അടുത്ത വാക്യത്തിൽ. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവൻ. 4 ഗുണഗണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്കതയുണ്ടെങ്കിൽ നേരില്ല. ഇത് രണ്ടുമുണ്ട്, പക്വതയില്ല. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച്, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. നേരും നിറവുണ്ട്, പക്ഷേ പക്വതയില്ല. ചിലർക്ക് ഭയങ്കര പക്വതയാ, നേരും നിറവെന്ന് പറയുന്നത് ഇല്ല. ഇതെല്ലാം തികഞ്ഞവർ ഈ യോഗത്തിന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഉണ്ടെങ്കിലൊന്ന് കൈപൊക്കിയേര്. കണ്ടുവെച്ച് പോകാനല്ല, എന്നെ കണ്ടുവെച്ച് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇതെല്ലാം എനിക്കുണ്ട്. അങ്ങനെയുള്ളവർ കൈപൊക്കണം. ഇല്ല, എന്താ ഒരു എരപ്പം മൂളിച്ചേക്കെ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവൻ. 4 ഗുണഗണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു. ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്കം കണ്ടത് നേരില്ല, നേര് നിഷ്കളങ്കതയുണ്ട്, പക്വതയില്ല. എല്ലാം തികഞ്ഞവരാരുമില്ല. പണ്ടൊരു യോഗത്തിന് എല്ലാം തികഞ്ഞവരുണ്ട് കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ കൈപൊക്കി. പിന്നീട് അറിഞ്ഞപ്പോൾ ആ ഉറങ്ങുകയായിരുന്നു. കൂടെ നമ്മൾ കൈപൊക്കിക്കുമല്ലോ. അങ്ങനെ പുള്ളി അങ്ങ് പൊക്കിയതാ. എല്ലാം തികഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനായ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു.
ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യാതൊരു അപാകതകളും യാതൊരു കുഴപ്പമില്ലാത്ത ഒരേ ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000ങ്ങളിൽ ശ്രേഷ്ഠൻ. ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത, യാതൊരു അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ബാക്കി സകല ആൾക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുണ്ട്. ഈ ചിലരുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ട എല്ലാം തികഞ്ഞു, ഇനി എന്നാ കാഹളം ധ്വനിക്കാത്ത ചിലർ ആ ഇരിപ്പുമൊക്കെ കണ്ട എന്നാ മേലോട്ട് ചോദിക്കുക എന്നാ ധ്വനിക്കാത്തെന്ന്. ധ്വനിച്ചാലറിയാം നിന്റെ പരുവക്കേട്. അല്ല, അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. ചിലക്ക് ഈ ആത്മീയം കയറി കഴിഞ്ഞാൽ പിന്നെ ആരോടും മിണ്ടുകയല്ലോ, മിണ്ടത്തില്ല, കൈ കൊടുക്കുകയല്ല. ചിലരെ കാണുന്നത് വളരെ വല്ലാതെയാണ് നോക്കുന്നത്. ആത്മീയം അങ്ങ് കയറി അവരെ സൂക്ഷിച്ചോണം, അവർ പ്രശ്നക്കാരാ. ചിലക്ക് അതിവിശുദ്ധി കയറും. ഞങ്ങളാണിപ്പം കേരളത്തിലുള്ളതിൽ അല്പം വിശുദ്ധന്മാർ. ഞങ്ങളുടെ സഭയാണ് കുറച്ചുകൂടെ വിജയമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാം തികഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാ. അവിടുന്ന് ഊനമില്ലാത്തവനാ, പാപമില്ലാത്തവനാ, കളങ്കമില്ലാത്ത, സ്തോത്രം, യാതൊരു അകൃത്യങ്ങളില്ലാത്ത ഒരുവനേ ഉള്ളൂ. എത്ര കോടതി മാറി മാറി വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ലല്ലോ. ഒറ്റിക്കൊടുത്ത യൂദയും ഒടുവിൽ പറഞ്ഞത്, അയ്യോ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെന്ന. ആ വാക്കിൻ്റെ അർത്ഥം കുറ്റമില്ലാത്തവനെന്ന. ക്രൂശിൽ കടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തം പറഞ്ഞത്, സ്തോത്രം, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഈ ക്രൂശിൽ കയറി, ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തില്ലെന്ന. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയതിച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്നാ പറഞ്ഞ്. ദൈവത്തിന് മഹത്വം. ശതാധിപനും ഔവണ്ണം തന്നെയാ പറഞ്ഞത്. വാസ്തവമായിട്ട് അവിടുന്ന് നീതിമാനായിരുന്നെന്ന്. പീലാത്തോസിൻ്റെ ഭാര്യയ്ക്കും ദർശനവും സ്വപ്നവും ലഭിച്ച ആ സ്ത്രീയും പറഞ്ഞത്, ആ നീതിമാന് വിരോധമായിട്ടൊന്നും ഒപ്പിച്ചേക്കരുതെന്ന. സ്തോത്രം. യാതൊരു അകൃത്യവും യാതൊരു അപാകതയുമില്ലാത്ത ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി. ഓ അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി വരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000ങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അപ്പൊ യാതൊരു അകൃത്യങ്ങളും കളങ്കമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഇന്ന് രാത്രി ആ ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവം. യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ, മറ്റൊരുത്തലും രക്ഷയില്ല. യാതൊരു അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. എന്നാൽ ഇവിടെ ഇയ്യോബിന്റെ ജീവിതത്തിൽ 4 വിശേഷതകൾ പറഞ്ഞു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശേഷതകൾ താഴോട്ടുള്ള വാക്യത്തിലുണ്ട്. 1-2 വാക്യം കൂടെ ചേർന്ന് വായിക്കാം. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും. അപ്പൊ 7 3 10 പിള്ളേരുടെ ബഹുമതി എന്ന സ്ഥാനം ഇയ്യോബിനുണ്ട്. 7 3 10. പണ്ടത്തെ കാലത്ത് ഇതൊന്നും വലിയ വിഷയമോ അല്ല. 10 പിള്ളേർ. ഒരുത്തനെ 70 പിള്ളേരുണ്ടായിരുന്നെന്നാണ് വേറെ പുസ്തകത്തിൽ. വായിച്ചിട്ടില്ലേ? മോൻ വായിച്ചിട്ടില്ലേ? 70 വായിച്ചിട്ടില്ലേ? ആദ്യം കേൾക്കുകയായിരിക്കും. 70 മോൻ വായിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് 70 പിള്ളേർ ഇല്ലേ? പിള്ളേർ ചോദിക്കുക, ഇയാൾ പിള്ളേരുടെ കണക്ക് പറയാൻ വന്നതാണോ എന്ന്.
അല്ലല്ല, ഞാൻ വേദോസത്തിലെ കാര്യം പറഞ്ഞു. വേദോസത്തിൽ നിന്നാന്നല്ലോ ഞാനീ പറയുന്നത്, അതുകൊണ്ടാണ്. 70 പിള്ളേര്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ. ഞാനൊരിക്കൽ വിദേശ രാജ്യത്തിനപ്പം വേറൊരു രാജാവിനെ പറ്റി എന്നോട് പറഞ്ഞു, പുള്ളിക്ക് ഉണ്ടെന്ന് 70 പിള്ളേര്. പണ്ടത്തെ കാര്യമല്ലേ, അടുത്ത കാലത്ത് പറഞ്ഞ കാര്യമാണ്. മക്കള് 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതി ഇയ്യോബിന്. അത് ചെറിയ കാര്യമല്ല. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലവുമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ 2, 3, 4 ഒക്കെ ഉള്ളത് ഒരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ വല്യമ്മയുടെ ഭാഷ പറഞ്ഞാൽ നാരായണ പുത്തരിക്ക് ഒരെണ്ണമായിട്ട് നടക്കുക, അതിന് പനി. തലമുറ ദൈവത്തിൻ്റെ അവകാശമാണ്. ദൈവം നമുക്ക് തരുന്ന അവകാശമാണ്. അതിനെ തടയരുത്, തലമുറയെ നശിപ്പിക്കരുത്. സ്തോത്രം. ഉദരത്തിൽ വെച്ച് തന്നെ തലമുറയെ തകർക്കുന്ന വ്യക്തികളുണ്ട്. ഇത് പാപമാണ്, ദൈവത്തിന് ഇഷ്ടമല്ല. ഭ്രൂണഹത്യ, ഇതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നതല്ല. ദൈവം അവരെ ശിക്ഷിക്കും. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അടുത്ത കാലത്ത് ഞാൻ ഒരാളോട് ചോദിച്ചു, പിള്ളേർ എത്രയുണ്ട്? അപ്പം വേണ്ടപ്പെട്ടയാളാ 2. ഓ മതി. അയന്നാ? ഓ ഇതിനെയൊക്കെ ആര് വളർത്താനാണ്? എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ കാലത്തെ ഈ കഷ്ടപ്പെടാനും ബന്ധപ്പെടാനും താല്പര്യമില്ല. എല്ലാവർക്കും സുഖകരമായ ജീവിതമാണ് ഇഷ്ടം. അതാ അതിൻ്റെ ഒരു കാരണം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വിഷയം അതല്ലല്ലോ. എന്തായാലും മക്കൾ ഒരവകാശമാണ്. നിന്റെ മേശയ്ക്ക് ചുറ്റും അങ്ങനെ എഴുതിയേക്കുന്നത്, മേശയ്ക്ക് ചുറ്റും ഒലിവ് തയ്യെന്നല്ല. എങ്ങനെ? ഒലിവ് തയ്യെന്നാണോ? അല്ല, തൈകള്. അതാ തൈകള്. പിന്നെ ഭാര്യയെ പറ്റി പറഞ്ഞേക്കുന്നത് മുന്തിരി വള്ളികളെന്നല്ല. മുന്തിരി ഇപ്പം നേരെ തിരിച്ചാ. വള്ളി ഇഷ്ടം പോലെ ഉണ്ട്, തൈകളധികം എല്ലാവരുടെയും കാര്യമല്ല. അപ്പൊ പുസ്തകത്തിലെ പ്രമാണം, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും പോലും. മക്കളൊരു അനുഗ്രഹമാകെ കേട്ടോ. കൊച്ചുങ്ങളെ പ്രാകുകയൊന്നും ചെയ്യരുത്. യോ ഞങ്ങളുടെ വീട്ടിൽ 3-4 എണ്ണം ഉണ്ട്, അങ്ങനെയൊന്നും പറയരുത്. പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. മക്കളെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവമേ, എനിക്ക് തന്ന തലമുറയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ആണിനായി പെണ്ണിനായി 2, 3 ഉണ്ടെങ്കിൽ 4 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ദൈവം തന്നത് അതിനെ പ്രാകുകയും അലക്കുകയും ചട്ടിയെടുത്ത് അടിക്കുകയും കോടാലിക്ക് വെട്ടാൻ ചെല്ലുകയൊന്നും ചെയ്യരുത്. ഇനി ഞാൻ കൊത്തിക്കീറുമെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ ചെല്ലുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. മക്കളൊരവകാശമാണ്. സ്തോത്രം. മക്കൾ ദൈവം തരുന്ന അവകാശമാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. തലമുറയെ കാണുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അനേകർ തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ നാടൻ ഭാഷയെ പഴയ ഭാഷയെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കുഞ്ഞിക്കാല് കാണാൻ അനേകർ ആഗ്രഹിച്ച് നേർച്ച കഴിക്കുന്നവരുണ്ട്, കാഴ്ച വെക്കുന്നവരുണ്ട്, നാട് വിട്ടവരുണ്ട്, എന്തും വേണ്ട മരുന്ന് കഴിച്ച ചികിത്സ. ഇന്നാളൊരാൾ പറഞ്ഞു വയനാട്ടിലെ ചികിത്സയാണ്. അതെന്നാ? തലമുറയെ ലഭിക്കാൻ നാട്ടുവൈദ്യമാണ്. എനിക്കറിയാം വേറെ ഒരു ഫാമിലി, പേരൊന്നും പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല, ലക്ഷങ്ങൾ മുടക്കി ഒരു കുഞ്ഞിനെ കിട്ടാൻ ചികിത്സയ്ക്ക് വേണ്ടി. ഒടുവിൽ കിട്ടിയില്ല. പിന്നെ വേറൊരു സ്ഥലത്ത് നിന്നൊരു കൊച്ചിനെ എടുത്ത് വളർത്തുക. അപ്പം അങ്ങനെയൊക്കെ അനേകർ ഭാരപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ദൈവം തന്ന 1, 2, 3 തലമുറ, അത് ദൈവം തന്ന അവകാശമാണ്. ആ തലമുറയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയണം. മക്കളൊരു അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ മഹത്വം, അത് അവകാശവുമാണ് നമ്മുടെ. അപ്പം ഇയ്യോബിന് 7 പുത്രന്മാരും 3 പുത്രിമാരും. അപ്പോൾ 10 പിള്ളേരുടെ ബഹുമതി എന്ന പദവി ഇയ്യോബിനുണ്ട്. ഇനി ഇയ്യോബിന്റെ ക്വാളിറ്റി, അടുത്ത വാക്യം. അവന് 7000 ആട്. 7000 ആട്. 7000 ആടും. അപ്പം ഒരാൾ വായിച്ചു, ഇയ്യോബ് 7000 ആട് വന്നു. നമ്മൾ 1, 2 പ്രാവശ്യം ആടിയേച്ച് ഇരിക്കുക. പുള്ളി 7000 നീട്ടി വായിച്ചപ്പോൾ അങ്ങ് വായിച്ചോളി. 7000 ആടും. ഞാൻ പറഞ്ഞ അത്രയും പുള്ളി ആടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇയ്യോബിന് 7000 ആട്, 7000 ആടും
3000 ഒട്ടകവും 3000 ഒട്ടകവും പിന്നെ 500 ഏർ കാളയും 500 ഏർ കാള. ഒരേർ കാള എന്ന് പറഞ്ഞാൽ 2 കാള. 500 × 2 = 1000 കാള. ന്യായമായ കണക്കാടുത്തത്. 500 പെൺകഴുതയുമായ 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജന. അതുകൊണ്ടാ പിശാച് പറഞ്ഞു, അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചും സ്വോത്രം പറഞ്ഞിരിക്കുന്നത് പക്വതനൊന്നുമല്ല, ഇഷ്ടംപോലെ കാശുണ്ടെന്ന്. കാശും പിള്ളേരും എല്ലാം ഉണ്ട്. അതുകൊണ്ടാ പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചും ഒക്കെ പോകുന്നു. എന്നോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എത്ര കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു, കൃത്യം പറയാനൊക്കത്തില്ല, അത് സാഹചര്യം പോലെ. കൃത്യം ഒന്നും ഒക്കത്തില്ല. അല്ല എന്നാലും ഞാൻ പറഞ്ഞു കിട്ടും. കൃത്യം പറയാനൊക്കെ അതുപോലെ കിട്ടുക. ഞാൻ പറഞ്ഞ എടാ പോട്ടാ, പുള്ളിയാ തരുന്നത്. ഞാനും പുള്ളി നല്ല യോജിപ്പില്ലാന്നെങ്കിൽ ആവശ്യമുള്ളതൊക്കെ തരും. വേദപുസ്തകത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ വൃത്തികേട് കാണിച്ചാൽ വരവ് നിൽക്കും. വരും, എന്നാലും നല്ലതുപോലെ ഒക്കത്തില്ല. ഇസ്രായേൽ മക്കൾ വൃത്തികേട് കാണിച്ചപ്പോഴും ദൈവം മന്ന കൊടുത്തു. മന്ന തിന്ന് ചായി കിടന്ന് ഉടക്കുണ്ടാക്കുന്നത്. ദുഷ്ടരാകും ജനങ്ങളും നീതിയുള്ളവർക്കും, ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും വൻമഴയും നൽവയിലും നൽകുന്ന മകേശ വാഴ്ത്തിടുന്നു നന്ദിയോടടിയർ വാഴ്ത്തിടുന്നു നന്ദിയോടടിയർ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുബോധമോടെ ഓ ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും ഓ വൻമഴയും നൽവയിലും നൽകുന്ന മകേശ കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പോൾ പിശാച് ഈ വിധത്തിലൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ദൈവം തമ്പുരാൻ പിശാചിനോട് പറയുന്നത് 1:12 ഇതാ സാത്താനെ, ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക. വായിച്ചേ 1:12. ദൈവം സാത്താനോട് അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. ഇതാ ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക. അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം പറയാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ല. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ലെന്ന്. തൊടുകയല്ല. അഥവാ ആരേലും തൊട്ടാൽ ഓർത്തോണം, ദൈവത്തിന് അതിന്റെ മുമ്പിൽ എന്തെങ്കിലും പദ്ധതിയുണ്ട്. അഥവാ ആരേലും തൊട്ടാൽ ഓർത്തോണം, ദൈവത്തിന് പദ്ധതിയുണ്ട്. അന്നേരം നീ പഞ്ചായത്ത് മെമ്പറെയും വിളിച്ച്, പ്രസിഡന്റിനെയും വിളിച്ച്, MLA കണ്ട്, MP കണ്ടേച്ച് അവിടെ പോയി സമരം ചെയ്യരുത്. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ അക്കളി ഈ കളി. പുസ്തകം പറയുന്നത് ദൈവം അറിയാതെ തൊടുകയല്ലെന്ന്. അന്നേരം നമ്മൾ പറയാം ഞങ്ങളിൽ ഒന്നിനെ. എങ്ങനെ അത് ആ ഡയലോഗ് എങ്ങനെ? ഞാൻ മറന്നുപോയി. പൊട്ട, ദൈവം അറിയാതെ ഒന്നും വരികയില്ല. സകലത്തിന്റെ അധികാരി കർത്താവാ. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്നെ തൊടുകയില്ല. അഥവാ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അതിന്റെ മുമ്പിൽ എന്തെങ്കിലും പദ്ധതി കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പദ്ധതി കാണും. അന്നേരം നീ ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിട്ട് പറയുന്നില്ല. സ്തോത്രം. പിശാചിനോട് ദൈവം പറഞ്ഞതാ, ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക. അവന്റെ മേൽ മാത്രം. സ്തോത്രം. ആദ്യം പുള്ളി തൊടാനൊന്ന് വന്നു. ഇയ്യോബിനെ പറ്റി ഇങ്ങനെ ആക്ഷേപം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞാണ്ട് അവനുള്ളതല്ല ഇരിക്കുന്ന എടുത്തോ. അന്നേരം പിശാച് പറഞ്ഞു, ഞാനങ്ങനെ എടുക്കാനാ? നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചേക്കല്ലേ.
നിനക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ടെന്ന്. ആമേൻ. എന്തോ വേലിയാന്ന് ചോദിച്ചാൽ ഇവിടെ അപ്പുറത്തുകാരിട്ട കമ്പിവേലിയൊന്നുമല്ല, ദൈവം ദൂതനെ കൊണ്ടാണ്. ആമേൻ. നീ അവനും അവന്റെ വീട്ടിനും അവന്റെ സകലത്തിനും ചുറ്റും വേലി കെട്ടിട്ടില്ലേ? ചുറ്റും വേലി കെട്ടിയെന്ന്. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ തീമതിലുണ്ടെന്ന്. ശത്രു നിന്റെ കോമ്പൗണ്ടിൽ കയറാൻ ദൈവം അനുവദിക്കത്തില്ല. എടാ, അഥവാ നിന്റെ വീട്ടിൽ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നാൽ അവൻ അവിടെ വരുമ്പം തിരിഞ്ഞു പോകുമെന്ന്. പോകും. പട്ടിയെ ഒന്നും വളർത്തണ്ട, വേണ്ട. ചില പറഞ്ഞ ഒരു പട്ടി ഉണ്ടെങ്കിൽ അറിയാമല്ലോ. പിന്നെ എന്നെ അറിയാൻ? പട്ടിക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് മയക്കുന്നതൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ കഴിച്ചിട്ടില്ല. വലിയ പട്ടിയെ വളർത്തിയതാ. വീടും സ്ഥലവും പറയുന്നില്ല. പട്ടിയെ അറിഞ്ഞില്ല. അവൻ ബുദ്ധിമാന. അവൻ പട്ടിക്ക് ആദ്യം കൊടുത്തു. പട്ടി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പട്ടി മാണ്ട് കിടന്ന്. അവൻ കയറി. പണ്ട് നമ്മുടെ ഒരു വീട്ടിൽ കള്ളം കയറി വെച്ച് എല്ലാ സാധനവും പാണ്ടിലോറ് കിട്ടാല്ല എടുത്തോണ്ട് പോയത്. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാരെടുത്ത് വീട് മാറുകയാണ്. അവർ കണ്ടു പാണ്ടിലോറ് കിട്ട് സാധനമെല്ലാം കയറ്റുന്നത്. അപ്പോൾ അവരോർത്തത്, കാരണം ഈ സഹകരിക്കുന്നില്ലല്ലോ അധികം. അപ്പുറത്തെ കാര്യമായിട്ട് സഹകരിച്ചാലല്ലേ വീട് മാറുകയെന്നോ അതോ പോവുകയെന്നോ എടുക്കാമെന്നോ അവരുമായിട്ട് മിണ്ടും. മതിലുമൊക്കെ കെട്ടി ഇങ്ങനെ താമസിക്കില്ലയോ? കാശിഷ്ടം പോലെ ഉണ്ട്. ഭയങ്കരം മതിലും കെട്ടി ആമത്താഴ് വിട്ട് ഗേറ്റ് വിട്ട് പോയിട്ട് ആരാപ്പുറം താമസിക്കുന്ന പോലും അറിയത്തില്ല. പിന്നെ വല്ലപ്പോഴും കാറേ പോകുമ്പോൾ ഇങ്ങനെ. അന്നേരം ഇവിടെ ലോറി ഇട്ട് സാധനം എടുത്തപ്പോൾ അവർ കാണുന്നുണ്ട്. അവർ പെമ്പളയും മാപ്പളയും ബാൽക്കണി ഇരുന്ന് കാണുക ലോറിയ സാധനം. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു, അയ്യോ സ്ഥലം മാറുക എന്ന് തോന്നുന്നു. ആട്ടെ, അവരും കണ്ടു. എന്തായാലും ആ കള്ളൻ പാണ്ടിലോട് കൊണ്ടുവന്നിട്ട് അവനും അവൻ്റെ കൂട്ടരും വന്ന് ഒടുവിൽ തള്ള കിടക്കുന്ന മുറിയിൽ കയറി ടോർച്ചടിച്ച്. എന്നാലും അവർ ദർശനം കാണുക എന്ന് പറഞ്ഞൊന്നുകൂടെ ഇറുക്കി അടച്ചു. അല്ല, ഒരു കണക്കിന് അത് നല്ലതായി. അത് നല്ല, അല്ലെങ്കിൽ അവൻ കുത്തിക്കൊന്നെങ്കിൽ എന്നെ അടുത്തേന്. അല്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ട്. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, നിന്റെ വീടിന് ചുറ്റും ദൈവം ദൂതനെ നിർത്തും. അഥവാ നിന്റെ വീട് കവർച്ച ചെയ്യാൻ ഒരുത്തം വന്നാൽ ദൈവം അവനെ തടയുമെന്ന് ഞാനത് വിശ്വസിക്കുന്നയാളാ. ഞാനത് അനുഭവിച്ചയാളാ. ദൈവത്തിന് മഹത്വം. നിന്റെ വീടിന് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. സ്തോത്രം. ദൂതസഞ്ചയം എനിക്കു കാവലായി തന്നു. ദൂതസഞ്ചയം എനിക്കു കാവലായി തന്നു. ഓ ദൂതരേക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം ദാനമായി തന്നതിനെ ഓർത്തു. ദാനമായി തന്നതിനെ ഓർത്തു. ഓ യേശു രാജനെന്നും സ്തോത്രം. പ്രിയ യേശു രാജനെന്നും സ്തോത്രം. സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം. പ്രിയ യേശു രാജനെന്നും സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കളിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിനക്ക് ചുറ്റും നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ട്. സ്തോത്രം. അഥവാ നിന്റെ വീട്ടിൽ കേട്ടിട്ടുണ്ട് കൊച്ചുകുഞ്ഞു ഉപദേശിയാന്നോ പുഞ്ചമണ്ണിൽ മാമന് ഉപദേശിയാന്നോ, അവരുടെ രണ്ടുപേരുടെ ആരുടെയോ ജീവിതത്തിലെ സംഭവമാണ്. മുറ്റത്ത് നട്ട് കിളിച്ചു വന്ന ഏത്തവാഴ കൊലച്ചു. വേട്ടമല്ലയോ കൊച്ചുകുഞ്ഞോ, അവരിൽ പഴയ പിതാക്കന്മാരാരോ. ഇപ്പോൾ ഒരു സാക്ഷ്യം തന്നെ പലരും പറയുന്നുണ്ട്. ആരുടെയൊക്കെയാണ് നമുക്കും അറിയുന്നില്ല. പുള്ളി എഴുതിയ പാട്ട് ഞാൻ എഴുതിയാന്നാണ് പറഞ്ഞത്. ഒന്ന പുള്ളി പറഞ്ഞില്ല, ഞാൻ 2 വരി എഴുതി, മറ്റേ പുള്ളി ബാക്കി എഴുതി. എന്നാൽ വേറൊരു പുള്ളി പറഞ്ഞ് ഞാൻ എൻ്റെ ഒടുവിലെത്തത് ഞാൻ എഴുതി. അപ്പം വേറെ പുള്ളി പറഞ്ഞ് എൻ്റെ പാട്ട് മൂട്ടിച്ചുകൊണ്ട് അവൻ പോയെന്നു. എന്നാൽ മറ്റേ പുള്ളി പറഞ്ഞ് ഇവനാ മൂട്ടിച്ചെന്ന്. ഇതിപ്പോൾ ഇത് ആരാണെന്ന് നമുക്ക് കൃത്യം അറിയത്തുമില്ല. അതുകൊണ്ട് നമ്മളും ഇപ്പോൾ കടന്ന് കുഴയുക ആരുടെയും ആട്ടെ. അതുകൊണ്ട് ഒരു സാക്ഷി തന്നെ പലരും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏത്തക്കൊല മൂട്ടിച്ചു, അതറിയാം, ആരുടെയും ആട്ടെ. കള്ളം വന്ന് ഏത്തക്കൊല മൂട്ടിച്ചുകൊണ്ട് പോയി. പുള്ളി പ്രാർത്ഥിച്ച്, ദൈവമേ ഞാൻ ദൂതനെ ഇവിടെ നിർത്തിയിരുന്നതാ, ഇവൻ വന്ന് ഏത്തക്കൊല മൂട്ടിച്ചുകൊണ്ട് പോയി. നടന്ന സംഭവം കൊണ്ടുപോയതിന് സ്വസ്ഥത കിട്ടിയില്ല. അവൻ പിറ്റേന്ന് ഇവിടെ കൊണ്ട് വെച്ചു.
ഞാൻ എപ്പോഴും പറയുന്നൊരു സാക്ഷ്യമുണ്ട്. പാതിയപ്പള്ളി കുഞ്ഞവറാച്ചൻ എന്ന് പറയുന്നൊരു കർത്തൃദാസനുണ്ട്, ഇപ്പോഴും കൊണ്ട് ക്ഷീണമാണ് വാഗത്താനത്ത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറി. കള്ളൻ വർഷങ്ങൾക്ക് മുമ്പ്. അവിടുത്തെ അമ്മച്ചി നല്ലൊരു അമ്മച്ചിയാണ്, ഭക്തയായ നല്ല മാന്യ മാതാവാണ് കുഞ്ഞവറാച്ചൻ്റെ അമ്മ. അപ്പോൾ കുഞ്ഞവറാച്ചൻ വലിയ ബിസിനസ് ഒക്കെയാണ്, കോൺട്രാക്ടറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറി. കള്ളൻ നല്ല ബുദ്ധിയുള്ള കള്ളനാണ്. സന്ധ്യയ്ക്കേ കയറി. ഇരുട്ടി കഴിയുമ്പോൾ അവർ കതകിന് കുറ്റിയിടും. അപ്പോൾ പിന്നെ തുറക്കാനൊക്കത്തില്ല. അതിൻ്റെ കള്ളൻ നേരത്തെ വലിയ വീടാണ്. അന്നത്തെ കാലത്ത് ഭയങ്കരം വീടാണ്. അന്നത്തെ കാലത്ത് ആ ദേശത്ത് ഏറ്റവും വലിയ വീടാണ്. ഇഷ്ടം പോലെ മുറികളും വാതിലുകളുമൊക്കെ. അപ്പം പലരും അവിടെ വരുമല്ലോ, ബിസിനസ്സിനോട് ബന്ധപ്പെട്ടും കോൺട്രാക്ടറോട് ബന്ധപ്പെട്ടും സഭയൊക്കെ. അപ്പം പലരും വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ നടക്കും. അപ്പം ഒരുത്തൻ അങ്ങോട്ട് കയറിപ്പോയി വീട്ടിൽ വന്നവരായിരിക്കുമെന്ന് എല്ലാവരും കരുതി. അവൻ കള്ളനായിരുന്നു. അവൻ നേരത്തെ കയറി പാത്തിരുന്നു. അങ്ങനെ പാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞാറാച്ചനും കുടുംബവും അറിയുന്നില്ല, അമ്മണിമാമയെ അറിയുന്നില്ല. അതിരിങ്ക ജോർജ് സാർ എന്ന് പറയുന്നൊരു കർത്തൃദാസനുണ്ടായിരുന്നു, മൺമറഞ്ഞു. അതിരിങ്ക ജോർജ് സാർ ഭയങ്കര കൃപയുള്ള കർത്തൃദാസനാണ്. അനേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ദർശനം കൊടുത്തു. കുഞ്ഞാറാച്ചൻ്റെ വീട്ടിൽ കള്ളം കയറുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടെന്ന്. നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല. കണ്ടു. കള്ളം കയറി പോകുന്നതും ഇരിക്കുന്ന സ്ഥലവും ജോർജ് സാർ വെളിപ്പാട് കണ്ടു. പുള്ളിക്ക കൊച്ചായൻ എന്ന് പറയുന്ന കർത്തൃദാസനും മക്രോണി ഷൗമേൽ ചായനും പറഞ്ഞു കേട്ടതാ. അവരെയും കൂട്ടിക്കൊണ്ട് അംബാസഡർ കാറിൽ കുഞ്ഞവറാച്ചൻ്റെ വീട്ടിൽ വന്നു. അയ്യോ സാറേ വിളിക്കാതെ എന്നാ വന്നത്, എന്നാ കാര്യം, ആരുണ്ട് അകത്ത്? ഇന്ന ആൾക്കാരുണ്ട്, ഇങ്ങോട്ടിറങ്ങ്. അപ്പോൾ പുള്ളിക്ക കൊച്ചായൻ നല്ല അഭ്യാസമൊക്കെ പഠിച്ച ആളാണ്, വിശ്വാസത്തിൽ വന്നു, കായബലം ഉള്ള ആളാണ്. അപ്പോൾ പുള്ളി ചോദിച്ചെന്നാ പറഞ്ഞത്, ജോർജ് സാറേ എവിടെ ആയിരിക്കുന്നെന്ന്. വെളിപ്പാട് കണ്ടത് ജോർജ് സാറല്ലേ. പുള്ളി പറഞ്ഞു കൊടുത്ത് ഇന്നെടുത്താന്ന്. നേരെ അങ്ങോട്ട് ചെന്ന്. ബാക്കി കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കൺവെൻഷൻ ആയതുകൊണ്ട്. ഉപദ്രവിച്ചൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഓർക്കുന്ന തല്ലി കുണം വരുത്തി എന്നായിരിക്കും. ഒരു സുവിശേഷം പറഞ്ഞു. എൻ്റെ അറിവ് ശരിയെങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അതാ ഈ മാർഗത്തിൻ്റെ വിശേഷത. സ്തോത്രം. അല്ലാതെ ഡോബർമാനെ വളർത്തിയത് കൊണ്ടൊന്നുമല്ല. പാല് മുറിച്ച 2 പട്ടിയും മോന്ത ചുളുങ്ങിയ ഒരു പട്ടി, അതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പറ്റില്ല. കണ്ടിട്ടില്ലേ? എത്ര ഈയിടെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുണ്ട്. നിന്റെ വീട്ടിൽ ദൈവം ദൂതനെ ഇറക്കുമെന്നായി പറഞ്ഞത്. നിന്റെ സഭയ്ക്ക് ചുറ്റും ദൈവം ദൂതനെ ഇറക്കുമെന്ന്. നീ പാർക്കുന്നിടത്ത് ദൈവം ദൈവദൂതനെ ഇറക്കുമെന്ന്. ദൈവദൂതൻ ഇറങ്ങിയാൽ ഒരു ദൂതൻ ഇറങ്ങി 1,85,000 അടിച്ച് ശരിയാക്കി. ഈ ടൈപ്പ് ദൂതനാണ് നിനക്ക് വേണ്ടി ഇറങ്ങുന്നത്. എന്താ പട്ടിയുടെ പേൻ്റെ പാക്കോ? പഗ് വന്നാൽ 1,85,000 അടിക്കുമോ? സ്വോത്രം. പട്ടിയെ അവൻ അടിച്ച് ശരിയാക്കും. നിനക്ക് പട്ടി വേണോ ദൂതൻ വേണോ എന്ന് ഇന്ന് രാത്രി തീരുമാനിക്കണം. നാളെ ഒരുത്തം പറഞ്ഞ് പട്ടിയും ദൂതനും വേണമെന്ന്. രണ്ടും കൂടെ ഒക്കുകയല്ല, രണ്ടും കൂടെ ഒക്കത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം. നിനക്ക് ദൂതൻ ദൈവം ഇറക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്, ശക്തിയും ബലവുമേറിയ ദൈവദൂതന്മാർ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയാ. അയ്യോ, എല്ലാവരും കൂടെ ദൈവം ദൂതനെ വിടും. അതിനു വേണ്ട ദൂതനുണ്ടോ? അയ്യോ ഉണ്ട്. കോടി ദൂതന്മാരാ. കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ മറന്നിടും. കോടി ദൂതരുമായി മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ മറന്നിടും. വാക്കുമാറ ദൈവജനം ഓരോന്നായി നിറവേറും. വാക്കുമാറ ദൈവജനം ഓരോന്നായി നിറവേറും. ഞാനും ചേർന്ന് ആനന്ദിക്കും എന്നെ യേശുവോടുകൂടെ. ഹല്ലേലൂയ. അതെ, ദൈവത്തിന് മഹത്വം. ശിംശോൻ പാസ്റ്ററെ പാടുമ്പോഴേ ഞാൻ പ്രസംഗിക്കുമ്പോൾ കുഴപ്പമില്ല, പാട്ട് പാടുമ്പം ഇതിൻ്റെ ശബ്ദം അങ്ങ് പോകുന്നു. അതെന്നാ? ഏത് അതിലോ? അപ്പോൾ ഇവരുടെ ശബ്ദം കേൾപ്പിക്കാതിരിക്കാൻ എന്നാ മാർഗം?
എൻ്റെ ശബ്ദമല്ലേ കേൾക്കണ്ടേ? അപ്പൊ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ഒരു വരിയെ പാടുകയുള്ളൂ. ആ സഹോദരനൊക്കെ ദൈവമേ എന്നെ ഇത് വിളിച്ചും പുരണ്ടി ഇരുത്തിരിക്കുക കൊട്ടാന, അയാളോട്ട് പാടുന്നുമില്ല. ഒരു വരി പാടും, ഒന്നിൻ്റെ കൊട്ട് മതി. ഒരു കാര്യം ദൈവമക്കളോടും കേൾക്കുന്നവരോട് പറയാം, നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. സാത്താനോട് ദൈവം പറഞ്ഞു, ആട്ടെ അയ്യോവനുള്ളതെല്ലാം തോട്. എങ്ങനെ തോടാനാ? നീ അവന് ചുറ്റും വേലി കെട്ടി. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്. ദൈവം അറിയാൻ ഒരുത്തനും നിന്നെ തൊടത്തിന്റെ വേലി പൊളിക്കത്തില്ലെന്നേ. ഇങ്ങനെ സാത്താൻ പറഞ്ഞപ്പോൾ ആ തമ്പുരാൻ പറഞ്ഞു, അങ്ങനെ എന്താത്തേണ്ടേ, അയ്യോവനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക, പക്ഷെ അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. ഇനി ഓടിച്ച് പറയാം. സാത്താൻ ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അനുവദിച്ചല്ലോ. സാത്താൻ സന്തോഷമായി. സാത്താൻ സന്തോഷിച്ച് പുറപ്പെട്ട് ഇയ്യോബിനുള്ളത് മുഴുവൻ അങ്ങ് തൊട്ടു. 1:13 മുതൽ വായിര്. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദൂതൻ അവന്റെ അടുക്ക വന്ന് കാളകളെ പൂട്ടുകയും പെൺകരുതുകൾ അരികെയും മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ശബായർ വന്നവയെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വയത്തിലേക്ക് വെട്ടിക്കൊന്ന് വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മടുതി പോന്ന് പറഞ്ഞു. ഇത് പറഞ്ഞോടിക്കുമ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം വായിര്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിന്റെ തീ ആകാശത്തുനിന്ന് വീണ് കത്തി വേലക്കാരും ബാല്യക്കാരും എല്ലാം ഇരയായി തുറന്നു. വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മഴുതി പോന്നു. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം വായിര്. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാളിന്റെ വായുത്തിലേക്ക് വെട്ടിക്കൊന്ന് വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മഴുതി പോന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം വായിര്. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്ത് പെട്ടെന്ന് മരുഭൂമിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് പെരയുടെ 4 മൂലയ്ക്ക് ഒടിച്ച് പെര കൊച്ചുങ്ങളുടെ പുറത്ത് വീണ് കൊച്ചുങ്ങളെ യാത്തന്നാ. ഞാൻ എൻ്റെ ശൈലി പറഞ്ഞതുള്ളൂ, അതങ്ങനെ തന്നെ അല്ലേ? സ്തോത്രം. ത്രിവിധ ശക്തി വന്ന് ഇയ്യോബിന്റെ സമ്പദ്ഘടന മുഴുവൻ നശിപ്പിച്ചെന്ന്. ഈ സാമ്പത്തിക ഭദ്രത വന്നത് ദൈവം അറിഞ്ഞ, അതെ ദൈവം അറിഞ്ഞാ വന്ന്. ഷാജായി ഒപ്പിച്ചെങ്കിലും ദൈവം അനുവദിച്ചിട്ടാ. ഈ കണ്ടമാനം കാശുണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോ ഇങ്ങനെ ചില കെടുതികളൊക്കെ വരും. ഇത് ദൈവം അറിഞ്ഞ കേസാ, ദൈവം അനുവദിച്ചു. പിശാചി പറഞ്ഞത് അവനിങ്ങനെ പക്വതയോടെ പ്രാർത്ഥിക്കുന്നതും സ്തോത്രം പറയുന്നതും ആരാധിക്കുന്നത് കാശുള്ളത് കൊണ്ടാ. കാശെല്ലാം തീരട്ടെ അന്നേരം അറിയാൻ കളി. അന്നേരം ദൈവം പറഞ്ഞാണ്ട് മുഴുവൻ ഏൽപ്പിക്കുക, തൊട്ടു. അങ്ങനെ സാത്താൻ വന്ന് ഇയ്യോബിനുള്ളതെല്ലാം തൊട്ടു. കൽദയര് ശബായര് തീ, ത്രിമൂർത്തികൾ, അങ്ങനെ ചിന്തിക്കുന്ന ത്രിമൂർത്തി, 3 ശക്തികൾ. കൽദയര്, ശബായര്, തീ. ഈ 3 ത്രിവിധ ശക്തികൾ വന്ന് ഇയ്യോബിന്റെ സമ്പത്ത് മുഴുവൻ തകർത്തു. പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചിരിക്കുക. പിള്ളേര് 10 പിള്ളേര്. അങ്ങനല്ലേ എഴുതിയേക്കുന്ന? മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ, അങ്ങനല്ലേ വായിച്ചേ? നിന്റെ മക്കളല്ല, മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ. അല്പം കൂടെ കയറ്റി വായിന്. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്തായാലും പിള്ളേര് നല്ല കൊച്ചുങ്ങളാ, കാരണം പ്രാർത്ഥിക്കുന്ന കൊച്ചുങ്ങൾ. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുത്തന്റെ വീട്ടിൽ ഒന്നിച്ച് കൂടി. മൂത്ത ചേട്ടൻ നമ്മൾ കൂടുകയല്ല. മൂത്തവൻ ചർച്ച് ഓഫ് കോഡ്, രണ്ടാമത്തവൻ IPC, അതിൻ്റെ ഇളയവൻ അസംബ്ലീസ് കോഡ്, 4മത്തവന് ഷാരോന്, 5മത്തവൻ സ്വതന്ത്ര പെന്തിക്കോസ്, തള്ളയൊരെണ്ണം TPM-ൽ. ഒരെണ്ണം യോജിക്കുകയില്ല, കയറുകയില്ല. ഇവിടെ യോഗം വെക്കുമ്പോൾ അവർ യോജിക്കുകയില്ല, അവിടെ വെക്കുമ്പോൾ ഇവരും ചെല്ലുകയില്ല. ഇവൻ വേദപുസ്തകമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവർ പാഠപുസ്തകം വേദപുസ്തകമായിട്ട് അങ്ങോട്ട് കണ്ടാൽ പോലും വേണ്ടുകയില്ല. അവരെ കണ്ടിട്ട് തെക്കോട്ട് തിരിഞ്ഞ് നടന്നു. 2 കൂട്ടരും അങ്ങേയറ്റത്ത് ചെന്ന് വെച്ച് നോക്കിയപ്പോൾ സൂക്ഷം നോക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? അല്ലേ? എന്നാൽ ഈ പിള്ളേര് നല്ല പിള്ളേരാ. മൂത്ത ചേട്ടന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടി. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ദൈവമക്കളെ, ദൈവസ്നേഹം എന്താന്ന് ചോദിച്ചാൽ സഭ നോക്കിയല്ല, സംഘടന നോക്കിയല്ല, കളറ് നോക്കിയല്ല, പൈസ നോക്കിയല്ല, പൊസിഷൻ നോക്കിയല്ല. യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ കാണുമ്പോൾ അകത്തൊരു തുടിപ്പുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിന്റെ മാനസാന്തരം ശരിയായ മാനസാന്തരമാണ്. IPCയും ചർച്ച് ഓഫ് കോഡും അസംബ്ലീസ് കോഡ് ഷാരോനും ന്യൂ ഇന്ത്യയും TPM നോക്കി അല്ല സ്നേഹിക്കേണ്ടത്.
ബോർഡ് നോക്കിയുള്ള സ്നേഹമൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. സ്തോത്രം. കളർ നോക്കിയുള്ള സ്നേഹവും ദൈവത്തിൻ്റെതല്ല. എനിക്ക് ഒരു പ്രഗത്ഭനായ ഒരാളെ അറിയാം. പുള്ളി പണ്ഡിത ശിരോമണിക്കുക, പക്ഷെ എല്ലാവർക്കും കൈ കൊടുക്കുകയല്ല. എല്ലാവർക്കും കൊടുക്കുക. പണ്ഡിതനാ, പണ്ഡിതൻ, ഭയങ്കര പണ്ഡിതനാ. പേരൊന്നും ഞാൻ പറയുന്നില്ല, മറന്നുപോയിട്ടല്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നെന്ന് ഓർത്ത്. ഭയങ്കര പണ്ഡിത ശിരോമണിയാ, എല്ലാവർക്കും കൈ കൊടുക്കുകയല്ല. ചില കനമുള്ള പിടിപ്പുള്ള കാശുള്ളവരെ കണ്ട കഴിഞ്ഞോട്ട് വന്ന് ഞാൻ കാണിക്കാൻ പുള്ളി കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് പിടിപ്പ് കുറഞ്ഞവനും, ചില നാടൻ ഭാഷ പറയുക, കളർ കുറഞ്ഞവനും പിടിപ്പ് കുറഞ്ഞവനും കാശില്ലാത്തനും അന്നേ കൈതാ സ്തോത്രം. ഇതൊന്നും ദൈവമക്കൾക്ക് ഭൂഷണമല്ല. അവർ ദൈവം വിളിച്ചവരുമല്ല, മാനസാന്തരപ്പെട്ടവരുമല്ല. സ്തോത്രം. സഭ നോക്കിയല്ല സ്നേഹിക്കേണ്ടത്. മാർത്തോമയാന്നോ, യാക്കോബയാന്നോ, കത്തോലിക്കരാന്നോ, അല്ലെ CSI ആന്നോ, CMS ആന്നോ, സാൽവേഷൻ ആർമി ആന്നോ, ബ്രദർ ആന്നോ, പെന്തിക്കോ, അതല്ല ദൈവസ്നേഹം. രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിൻ്റെ പൈതലിന്, രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിനെ കാണുമ്പോൾ അകത്തൊരു തുടിപ്പുണ്ടാകും. ഇവിടെ ഈ വന്ദനം കേട്ടിയപ്പോൾ പിള്ള ഗർഭത്തിൽ തുള്ളിയെന്നാ. ഒരു തുള്ളി പിള്ള നിന്നുമില്ല, പിള്ള വെളിയിൽ വന്നും തുള്ളി. സ്തോത്രം. അവൻ ആത്മാവിൽ പിന്നെയും ബലപ്പെട്ട. നമ്മൾ ഒരു തുള്ളിയാ ചിരിക്കുക മിണ്ടാതെ. എന്നിട്ട് പറയും, ഞാൻ 82 തുള്ളിയതാ. എവിടെ വെച്ച്? അകത്ത് വെച്ച്. പിന്നെ തുള്ളിയിട്ടില്ല. ഓ, തുള്ളണമെന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലിന് അകത്ത് തുടിപ്പുണ്ടാകും. അപ്പൊ ഈ പിള്ളേര് നല്ല പിള്ളേരാ. എല്ലാവരും മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ ഒന്നിച്ച് കൂടി. അതൊരു നല്ല കാര്യമാണ്. ദൈവമക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. സ്തോത്രം. ഇത് ചില സഭ യോഗം വെക്കുമ്പോൾ മറ്റവർ വരികയല്ല, അവർ വെക്കുമ്പോൾ ഇവർ പോകുകയല്ല. ഇതൊന്നും ശരിയായൊരു നടപടിയല്ല. അതാരുടെ യോഗമാണ്? അതെ, സ്വതന്ത്രക്കാരാ. ഞങ്ങളാരും പോകുകയല്ല. ഞങ്ങൾക്ക് ആ ദിവസം ഇവിടെ വേറെ ഒന്നും ഗുണം വന്ന കേസല്ല. എടാ, ദേശത്ത് ആരുമായിക്കോട്ടെ ഒരു സുവിശേഷ യോഗം നടക്കുമ്പോൾ ആ ദേശത്തുള്ള ദൈവമക്കളെല്ലാം ഒന്നിച്ചു കൂടണം. അതാ ദൈവ സ്നേഹം. അല്ലാതെ അവർ യോഗം വെക്കുന്ന സെയിം ഡേറ്റ് അപ്പുറയും കൊണ്ട് യോഗം വെച്ച് ഉള്ള കുരുക്ക് ഒപ്പിച്ച് വിശ്വാസി കടന്നു കൂടി അങ്ങോട്ട് പോകാവോ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സെല്ലാം അവിടെ ഉണ്ടോ? അങ്ങനല്ല. ദൈവസ്നേഹത്തിൽ നിൽക്കണം. ഏട്ടാ, ഞാൻ ഇടയ്ക്ക് ആ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ ഇവര് പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ് വന്ന് പെരയുടെ മൂലക്കടിച്ച് പുര കുഞ്ഞുങ്ങളുടെ മേൽ വീണ് കുഞ്ഞുങ്ങൾ 10 മരിച്ചു. ഇയ്യോബിന്റെ സമ്പത്ത് മുഴുവൻ തകർത്തു, തലമുറ മുഴുവൻ പോയി. സാത്താൻ ഓർത്തത് സമ്പത്തും തലമുറയും പോകുമ്പോൾ ഇവൻ ദൈവത്തെ ത്യജിച്ചു പറയുമെന്ന. പക്ഷെ ഇയ്യോബിന്റെ ക്വാളിറ്റി കണ്ടോ? ഇയ്യോബ് പറയുക, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവം തമ്പുരാൻ അപ്പം സാത്താനോട് പറഞ്ഞു, സാത്താനെ നീയല്ലേ പറഞ്ഞ പുള്ളിയുടെ സമ്പത്തും പിള്ളേരും എല്ലാം പോകുമ്പോൾ ദൈവത്തെ ത്യജിച്ച് പറയുന്നത്. അവൻ്റെ സമ്പത്തും പിള്ളേരും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നല്ലോ. ഉടനെ സാത്താൻ പറയാ, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെ ജീവന് പകരം കൊടുക്കുമെന്ന്. 2:4 സാത്താൻ യഹോവയോട് ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവന്റെ ജീവനാ. എല്ലാവർക്കും അങ്ങനെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും വലുത് അവനവന്റെ ജീവനാ, അല്ലേ? എല്ലാവർക്കും അങ്ങനെ. സഹോദരിമാര് പറയുമോ, എൻ്റെ അച്ചാച്ചൻ എനിക്ക് അങ്ങ് ജീവനാ. അത് ജീവനാ, പക്ഷേ അച്ചാച്ചനേക്കാളും ജീവൻ അവനവന്റെ ജീവനാ. ബൈക്കിലൊക്കെ ഉള്ള പോക്ക് കാണുമ്പോൾ നമ്മളൊക്കെ ജീവനാ. പിന്നെ ജീവനെയൊക്കെ നമ്മൾ കണ്ടതല്ലേ. എല്ലാവരും അല്ലെങ്കിലും സിംഹഭാഗവും ആരോഗ്യവും പ്രസരിപ്പും ഓജസ്സും കരുത്തും നെടുപ്പവും ആക്കവും തൂക്കവും ഒക്കെ ഉള്ളപ്പോൾ അച്ചാച്ചാ. അത് കഴിയുമ്പോൾ പുള്ളി ആകെ ക്ഷീണിക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഓ, പുള്ളിക്ക് വയ്യ. ദൈവഹിതത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ പാസ്റ്ററെ. തന്തയാകാനാണ് പറഞ്ഞത്. അത് പച്ചയ്ക്ക് പറഞ്ഞില്ലെന്നേ, വലിയ കഷ്ടമാണ്. നേരത്തെയോ ഞങ്ങളുടെ ഒരു അച്ചായൻ പറഞ്ഞത്,
വന്ന് വിളിച്ചു, മേരിക്കുട്ടി 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 എന്ന് വിളിച്ചു രാത്രിയിൽ. വർഷങ്ങൾ കല്യാണം കഴിഞ്ഞ് മക്കളും കൊച്ചുമക്കളായി. അതിന് എന്തിയായിട്ട് കതക് തുറക്കുന്നില്ല, പഴയ കാലമാണ്. അപ്പോൾ പുള്ളി കറണ്ടില്ല. അപ്പോൾ പുള്ളി വെച്ചിട്ട് കതക് തുറക്കടി അച്ചായ, സാക്ഷ കാണുന്നില്ലെന്ന്. സാക്ഷ, പണ്ട് സാക്ഷ എന്നാ പറയുന്നത്, സാക്ഷ. അപ്പോൾ പുള്ളി തിണ്ണയെന്ന് ചോദിച്ചു, പണ്ട് ഒറ്റപ്പെടുത്തത്തിന് സാക്ഷായിലായിരുന്നല്ലോ ഒന്ന്. കല്യാണം കഴിച്ച ആ നാളുകളിൽ സൂക്ഷം വന്ന് സാക്ഷായിലായിരുന്നല്ലോ കൈ വെക്കുന്നത്. ഇപ്പം 10-25 കൊല്ലം കഴിഞ്ഞ് അന്ന് വന്ന് ഈ സാക്ഷ തപ്പി തപ്പി പുള്ളി വെളിയിൽ നിന്ന് ചോദിച്ചു, വെളുക്കുവോളം നിൽക്കണോടി കിട്ടുമോ എന്ന് സാക്ഷ. അങ്ങനെ മനുഷ്യന്റെ രീതി അങ്ങനെ. സ്തോത്രം. അവനവന്റെ ജീവനായ ഏറ്റവും വലുത്. അതാ സാധാരണ പറയുക, ത്വക്കിന് പകരം ത്വക്ക്. മനുഷ്യൻ തന്റെ ജീവന് പകരം കൊടുത്തു കളയും. ജീവന് പകരം ഉള്ളതൊക്കെയും, തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. അപ്പൊ എന്ത് വേണേലും അവനവന്റെ ജീവന് വേണ്ടി കൊടുക്കും. പറഞ്ഞതിന്റെ സാരം ഇതാ, അവന്റെ പിള്ളേരെയും പെറുങ്ങണിയും വരുമാനമൊക്കെ ആ തൊട്ടത് അവനെ തൊട്ടോ ഇല്ല, അവനെ തൊട്, അന്നേരം അറിയാം ഇവർ. അപ്പൊ ദൈവം സാത്താനോട് എന്നാ പറഞ്ഞു? അടുത്ത വാക്യം ദൈവം സാത്താനോട്, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും. അപ്പൊ ദൈവം തമ്പുരാൻ സാത്താനോട് പറയുക, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസവും ഒന്ന് തൊടുക. അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ദൈവം തമ്പുരാൻ പറയുക, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസവും, യോബിന്റെ അസ്ഥി മാംസവും തൊടുക. അന്നേരം താനിന്ന് പറയാ. അപ്പൊ ദൈവം തമ്പുരാൻ എന്നാ പറഞ്ഞത്? ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കും. ഉടനെ ദൈവം തമ്പുരാൻ സാത്താനോട് പറയുക, ഇതാ അവനെയും കൂടെ നിന്റെ കയ്യിലോട്ട് തരിക, എന്നാൽ അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ പ്രാണനെ ദൈവം അറിയാൻ ആരും തൊടുകയല്ല. ഏത് മാരക രോഗം വന്നാലും നിന്റെ പ്രാണം പോകത്തില്ല. ക്യാൻസർ ആയിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, കിഡ്നി പ്രോബ്ലം ആയിരിക്കാം, ഹാർട്ടിന്റെ പ്രോബ്ലം ആയിരിക്കാം, ഷുഗർ കൂടി അങ്ങേയറ്റം പറ്റിക്കാണ്, മറ്റനേക രോഗങ്ങൾ നിന്നെ പിടികൂടി ലോകത്തിലെ വൈദ്യന്മാർ പറഞ്ഞു കാണും അധിക നാൾ കാണത്തില്ല, ജീവിച്ചിരിക്കത്തില്ല, ക്യാൻസർ ആയത് 4ാം സ്റ്റേജൊക്കെ വന്നു എന്നൊക്കെ പറയും. അത് ഞാൻ എതിർക്കുന്നില്ല, വൈദ്യശാസ്ത്രം അങ്ങനെയൊക്കെ വിധി എഴുതി. പക്ഷേ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയുക, ദൈവം അറിയാതെ നിന്റെ പ്രാണം പോകത്തില്ല, ദൈവം അനുവദിക്കാതെ നിന്റെ ജീവൻ പോകത്തില്ല. നിന്റെ ജീവൻ അവിടുത്തെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. ജീവന്റെ മേലും മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും അധികാരമുള്ളവൻ നസറേയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. അതികളോടി ചെന്നെ കാക്കുന്നവൻ, പച്ചനദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളോടി ചെന്നെ കാക്കുന്നവൻ, പച്ചനദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ ജീവനായകനേ മനുവേലേ ജീവനായക. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളെ ഇനി ഒന്ന് കൊട്ടാതിരുന്നേ, അന്നേരം ഞാൻ നോക്കട്ടെ. ഒന്ന് കൊട്ടാതിരുന്നേ, ഞാൻ നോക്കട്ടെ. കൊട്ടരുതേ, ഞാൻ പറഞ്ഞിട്ട്. അതികളൊഴി ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മനുവേലേ ജീവനായകനെ. ഇപ്പോ ഇതുപോലെ ഇനി ഒപ്പിക്കണം. ഒക്കുകയല്ല, എന്നാ ഇനി അതൊന്നും വായിക്കുകയും വേണ്ട, ഒക്കുകയല്ലെങ്കിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം അനുവദിക്കാതെ, ദൈവം പറയാതെ നിന്റെ ജീവൻ പോകുകയല്ല. നിന്റെ ജീവൻ ദൈവത്തിന്റെ കരങ്ങളിലാ. സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ കർത്താവാ.
ഇന്ന് രാത്രി ഈ മാരക രോഗത്തിൽ വലയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആമേൻ, സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ പറ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ലോകവൈദ്യന്മാർ പറഞ്ഞു കാണും, അധിക നാൾ കാണത്തില്ല, അധിക മാസം കാണത്തില്ല, അധിക നാൾ ജീവിച്ചിരിക്കും. അതൊക്കെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുകയാ, നീ മരിക്കത്തില്ല, നിന്റെ ജീവൻ ദൈവത്തിന്റെ കരങ്ങളില്ല. പ്രാണന്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഇന്ന് രാത്രി ആ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും ഇന്ന് രാത്രി വിടുതല. യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ സൗഖ്യമാക്കും. നിന്റെ പ്രശ്നത്തിന് ഇന്ന് രാത്രി പരിഹാരമുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവം തന്നെ ഞാൻ പറയുക, ഇതാ ഇയ്യോബിനെയും കൊണ്ട് അങ്ങ് തരിക. പക്ഷെ അവൻ്റെ പ്രാണനെ മാത്രം സാത്താന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ സാത്താൻ സന്തോഷിച്ച് പുറപ്പെട്ട് ഇയ്യോബിനെ തൊട്ടു. അടുത്ത വാക്യത്തിലുണ്ട്, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി. അടുത്ത വാക്യമായി, സാത്താൻ അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത്. അല്ലല്ല, അതിന്റെ മുകളിൽ സാത്താൻ വന്ന് തൊട്ട കാര്യമായി. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, ഇത് അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊട്ടേക്കരുത്. അടുത്ത വാക്യം, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിന്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കെന്ന, ചെറിയ പരുക്കല്ല, പരുക്കളെ പരു. പണ്ടൊരാൾ പറഞ്ഞു ഇയ്യോബിന് കരപ്പനായിരുന്നെന്ന്. പിന്നെ കരപ്പനൊന്നും വന്ന കാര്യമല്ല, വല്ലാത്ത പരുക്കള്. എല്ലാം വിവരിക്കുന്നില്ല. അസുഖ്യമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും. ഈ പരുക്കളും വ്രണങ്ങളും കഠിനമാകിട്ട് ഈ പുറമെയുള്ള പരുക്കളേക്കാൾ ഉപരി ഉള്ളിൻ്റെ ഉള്ളിലും പരുക്കളും വ്രണങ്ങളും വന്നെന്ന. ഈ പരുക്കളും വ്രണങ്ങളും കഠിനമായപ്പോൾ ഇയ്യോബ് ചാരത്തിൽ പോയിരുന്ന് ഓട്ട് കഷണമെടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുക. ചൊറിഞ്ഞു ഇങ്ങനെ ചൊറിച്ചിലല്ലേ, ഓട്ട് കഷണം എടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞും ചൊരണ്ടി ഇരിക്കുക. പരുക്കളല്ലേ. ഞാൻ പറയാനുണ്ട്, ഭക്തന് ബുദ്ധിമുട്ട് വന്നപ്പോ എന്തെടുക്കുക? ചൊറിയുക. എന്നാൽ മർക്കോസ് 5 ഒരുത്തനുണ്ട് ചൊറിയായിരുന്നോ? 5:5 വായിരം. മർക്കോസ് 5:5. അവൻ ചൊറിയല്ലോ. 5:5 പെട്ടെന്ന് വായിച്ചു. മർക്കോസ് 5:5. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു. ഇയ്യോബ് എന്നെടുക്കുകയായിരുന്നു? ചൊറിയുക. മർക്കോസ് 5 പുള്ളി ചതയ്ക്കുക. ഇതാ ഭക്തനും അഭക്തനും തമ്മിലുള്ള വ്യത്യാസം. അല്ലെ, കൊണപ്പെട്ടവനും കൊണപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കൊണപ്പെട്ടവൻ ചൊറിഞ്ഞു, കൊണപ്പെടാത്തവൻ ചതച്ചു. അങ്ങനെ ചതയ്ക്കുന്നവരുണ്ട്. കുടുംബജീവിതമൊക്കെ അല്ലേ, പല ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ചില സഹോദരിമാർ, എല്ലാവരുമല്ല, ചില സഹോദരിമാർ വീട്ടിൽ ബുദ്ധിമുട്ടും പ്രയാസവും ആരോഗ്യവും ഒക്കെ വരുമ്പോൾ ഭർത്താവിനെ തല്ലാനൊക്കാത്തതിന് ചിലർ തല്ലുന്നവരും ഉണ്ട്, തല്ല് മേടിച്ചവരും ഉണ്ടെന്ന്. അടുത്ത കാലത്ത് എന്നോടൊരാൾ പറഞ്ഞു, ഒന്ന് കിട്ടിയെന്ന്. എന്നോട് പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു, തിരിച്ചടിച്ചോ? ഓ, ക്രൂശിച്ചെന്ന് പറഞ്ഞു. അതോ? ഓ, അത് ക്രൂശി ആണി ഇളകിയതാന്ന്. ആണി ഇളകിയ പലരും കാണും. അപ്പൊ ചിലര് തിരിച്ചു തല്ലുകയില്ല, തല്ലാനൊക്കത്തുമില്ല. അതിന് തന്നെത്താൻ ഇങ്ങനെ ഇടിക്കുന്ന കാണും. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടോ എന്നല്ല, ഇടിച്ചിട്ടില്ലേ? സഹോദരന്മാരുടെ ഒരു കാര്യം പറയാം. അങ്ങനെ തന്നെത്താൻ ഇടിക്കുമ്പോൾ നിങ്ങൾ ഞായറാഴ്ച സമയം കിട്ടുകയാണെങ്കിൽ സാക്ഷി പറയണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച മർക്കോസ് 5 നിറവേറി. അപ്പം ഞങ്ങൾക്ക് പിടി കിട്ടും. തെളിച്ച് പറയണ്ട, ഞങ്ങൾക്ക് പിടി കിട്ടും. ഇത്ര പറഞ്ഞാൽ മതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ മർക്കോസ് 5 നിറവേറി. അപ്പം ഞാൻ 5:5 വായിച്ചോളാം. തന്നെത്താൻ ചതച്ചു. അതെ, ഇയ്യോബ് ഇങ്ങനെ ചൊരണ്ടിയിരിക്കുക. ഇങ്ങനെ വളരെ കഷ്ടത്തിൽ കൂടെ പോകുകയാ. ഓടിച്ചു പറയാം, പുറമെയുള്ള പരുക്കളേക്കാൾ ഉപരി ഉള്ളിൻ്റെ ഉള്ളിൽ പരുക്കളും വടുക്കളും വ്രണങ്ങളും ഉണ്ടായി അകത്തുനിന്ന് വരുന്ന ശ്വാസത്തിന് ദുർഗന്ധം. അതാ പുസ്തകത്തിൽ വായിക്കുന്നത്, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഖ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പെടുന്നവൾക്ക് അറപ്പുമായി. വടി പോയവരെല്ലാം ഇയ്യോബിനെ പഠിക്കാൻ തുടങ്ങി. സ്നേഹിതന്മാർ ദ്വേഷിക്കുക.
ഇയ്യോബിന് അനർത്ഥവും കഷ്ടവും എല്ലാം വന്നപ്പോൾ 2-3 സ്നേഹിതന്മാരുണ്ടായിരുന്നു. 2:11 അവർ പറഞ്ഞു നമുക്ക് അത്തറ്റം പോയി പുള്ളിയുടെ കൂടെ സഹതപിപ്പാന്ന്. 2:11 അനന്തരം തേമാന്യനായ എലീഫസ്, നയമത്തിയായ ശൂഹ്യനായ ബിൽദാദ്, നയമത്യനായ സോഫർ 3 പേര് അവിടെ. 3 പിന്നെ എലീഹു എന്ന് പറയുന്ന വേറൊരു പുള്ളി ലാസ്റ്റ് വന്ന് 3-4 ഹൂഹു എന്നൊക്കെ വെച്ചു. അവസാനം പുള്ളി പരുവക്കേടി പോയതായിട്ട് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ ഭാഗം ഇപ്പം പോകുന്നില്ല. ഇവിടെ 3 പേര് വന്ന് 3 പേര് ഈ 3 പേര് പറഞ്ഞു, സ്നേഹിതന്മാരാ. 3 പേര് പറഞ്ഞു, അയ്യോ നമ്മുടെ കൂട്ടു സഹോദരൻ ഇയ്യോബ് കഷ്ടത്തിൽ കൂടെ പോവുക, പിള്ളേരെല്ലാം ചത്തു, സമ്പത്തെല്ലാം പോയി, പുള്ളി ഇപ്പം അസുഖമൊക്കെ പിടിച്ച് ചൊരണ്ടിയിരിക്കുക. നമുക്ക് അത്തറ്റം പോയി പുള്ളിയുടെ കൂടെ 10 മിനിറ്റ് എന്ന് പ്രാർത്ഥിക്കാം, പുള്ളിയുടെ കൂടെ സഹതപിപ്പാം. നല്ല സ്നേഹിതന്മാരാ. ഒന്നുമില്ലെങ്കിൽ ഈ കഷ്ടവും അനർത്ഥവും വന്നമ്മമാരാന്നെങ്കിലും പറഞ്ഞല്ലോ. നമ്മുടെ സ്നേഹിതന്മാർ പലരും വരത്തില്ല. കഷ്ടമോ ഇതുപോലെ പിള്ളേരും ചത്തു, സമ്പത്തും പോയി, ചൊറിച്ചിലും ആയിക്കൊണ്ട് ഞാൻ നമ്മുടെ സഹോദരന്മാർ എഴുതും. എന്തോ കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിയേണ്ട കാര്യമൊന്നും ഇല്ല. ഇവരും അതൊക്കെ പിന്നെ പറഞ്ഞു. പിള്ളേർ 10 ചാകണമെങ്കിൽ എന്തേലും കാര്യമുണ്ട്. 1-2 ആണെങ്കിൽ നമുക്ക് സഹിക്കാം. സ്തോത്രം. ഇത്രയും സമ്പത്ത് ഒരു വെട്ടുവാദം വന്ന കന്നാലി പോലും ഇല്ലാതായിപ്പോയി. അപ്പോൾ എന്തായാലും കാണും പുള്ളിയും ക്ലിയറല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ. നമ്മുടെ ആൾക്കാർ പിന്നെ എഴുതുന്നൊന്നും എനിക്ക് പൊതുവിലും പറയാനൊക്കത്തില്ല. എന്തെല്ലാം കോടാലി ഒപ്പിക്കുമെന്നറിയാവും. എന്നാൽ ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാർ സഹതപിപ്പാൻ പ്രാർത്ഥിക്കാൻ വന്നു. പക്ഷേ അവരും ഇതൊക്കെ തന്നെ പ്രാർത്ഥിക്കാൻ വന്നവരാ. എൻ്റെ ഭാഷ പറഞ്ഞാൽ പാര വെച്ചേച്ചാ പോയത്. പ്രാർത്ഥിക്കാനാ വന്നത്. പക്ഷേ നിങ്ങളോർക്ക് നീ പ്രാർത്ഥിക്കുന്നതെല്ലാം പ്രാർത്ഥിക്കുന്നവരാന്ന്, കൂടുതലും പാരയാ. വലിയ അലവാങ്കുമായിട്ടാണ് നടക്കുന്നത്. അടുത്തിരിക്കുന്ന പുള്ളിക്ക് വെച്ചാൽ അനങ്ങാതിരിക്കും, ഇടയ്ക്കിടയ്ക്ക് നോക്കും വെച്ചാൽ അലവാൻ കേൾക്കുന്നുണ്ടോ എന്ന്. പ്രാർത്ഥിക്കാനാ വന്നത്, പക്ഷെ മിക്കതും പാരയാ. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ സഹതപിപ്പാൻ വന്നവർ ഇയ്യോബിനെ ദ്വേഷിക്കാൻ തുടങ്ങി, കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി. നിന്റെ പിള്ളേരെല്ലാം ക്ലിയർ ആയിരുന്നെങ്കിൽ 10 ചാകുവോ? ചോദ്യമാണ്. നീ ക്ലിയർ ആയിരുന്നെങ്കിൽ ഈ ചൊരണ്ടി ഇരിക്കുവോ? നീ യഥാസ്ഥാനപ്പെട്ടവനായിരുന്നെങ്കിൽ ഈ സമ്പത്ത് മുഴുവൻ പോകുമോ? ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി. ഇയ്യോബ് പല കാര്യം പറഞ്ഞിട്ട് ഇവർ ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല. അങ്ങനെ പല കാര്യം പറഞ്ഞ് ഉൾക്കൊള്ളാതെ വന്നപ്പോൾ ഇയ്യോബ് ഇവരോട് പറഞ്ഞ ഭാഗമാണ് നമ്മൾ കുറുവാക്യം വായിച്ചത്. 12ന്റെ പ്രാരംഭവാക്യം വായിച്ചേ. 12ന്റെ പ്രാരംഭവാക്യം 12:1. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത്. അപ്പൊ ഇയ്യോബ് ഉത്തരം പറയുക. അപ്പൊ പല കാര്യം പറഞ്ഞിട്ട് ഇവർ ഏൽക്കുന്നില്ല. ഏക്കാതെ വന്നപ്പോൾ ഇയ്യോബ് ഇവരോട് പറഞ്ഞ കാര്യമായി 7-8 വാക്യം ഇയ്യോബ് ഉത്തരം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇവരോട് പറയുന്ന ഭാഗമാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഉപദേശം പറഞ്ഞിട്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ടൊരു കാര്യം പറയുക, മൃഗങ്ങളോട് ചോദിക്ക്, മൃഗം നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്കുക, അവ നിന്നെ ഉപദേശിക്കും. അല്ല, സമുദ്രത്തിലെ മത്സ്യം നിന്നോട് എന്ന് പറഞ്ഞാൽ ഇയ്യോബ് പറഞ്ഞതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അവൻ അറിയിച്ചിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഇനി ഒരു കാര്യം ചെയ്യും, മൃഗത്തോട് ചോദിക്കേ. തോണിക്കൂടി പറഞ്ഞിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, മൃഗത്തോട് ചോദിക്കേ. ഏലിയാസ് പറഞ്ഞിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, ഭൂമിയോട് ചോദിക്കേ. ഇന്നിപ്പം കാവാലം മാസ്റ്റർ വന്നു, ഉൾക്കൊള്ളുന്നില്ല, പക്ഷിയോട് ചോദിക്കേ. രാജരാജൻ പാസ്റ്റർ കുറെ നാളായിട്ട് പറയുക, അംഗീകരിക്കുന്നില്ല, മൃഗത്തോട് ചോദിയില്ല. അപ്പോൾ ഉൾക്കൊള്ളാതെ അംഗീകരിക്കാതെ വന്നപ്പോൾ ഇയ്യോബ് പറഞ്ഞ പദമാ 4 കാര്യങ്ങളായിട്ട് പറഞ്ഞത്. 1, മൃഗത്തോട് ചോദിക്കണം. 2, പക്ഷികളോട് ചോദിക്കണം. 3, ഭൂമിയോട് സംഭാഷിക്കണം. 4, മത്സ്യത്തോട് ചോദിക്കണം. ഇതെല്ലാം നിനക്ക് ഉപദേശം തരും.